ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്തിലെ അമ്മേൽത്തൊട്ടി നിവാസികളുടെ ഉറക്കം നിലച്ചിട്ട് മാസങ്ങളായി. കാട്ടാന ശല്യം അസഹനീയമായതോടെ രാത്രി മുഴുവൻ തീക്കൂനയ്ക്ക് മുന്നിൽ ഉറക്കമുളച്ച് കാവലിരിക്കുകയാണ് ചെറുപ്പക്കാർ. വണ്ണപ്പുറം പഞ്ചായത്തിലെ കാട്ടാന ആക്രമണം മൂലം ഏറ്റവും കൂടുതൽ ദുരിതം നേടുന്നത് ഇവിടുത്തെ പ്രദേശവാസികളാണ്. ആ പ്രദേശവാസികൾ ഉറക്കമിളച്ചിരുന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കൊന്ന് കാണാം. വഴിവിളക്കുകളൊന്നുമില്ലാത്ത ഈ റോഡിലൂടെയുള്ള യാത്ര പേടിയോടെ വേണം. ഏത് സമയവും ഏത് ദിക്കിൽ നിന്നും കാട്ടാനയെത്താം. നേരെ വിരട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെ ആരും തന്നെ സഞ്ചരിക്കുകയില്ല. അത്രയേറെ ശല്യമായിരിക്കുകയാണ് കാട്ടാനകൾ. ഈ റോഡിലൂടെ അല്പദൂരം സഞ്ചരിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കട്ടിൽ കാണാം. ഈ കട്ടിൽ ഈ റോഡിന് തൊട്ട് മുമ്പിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് മറ്റൊന്നിനുമല്ല, ഇവിടെ പല ചെറുപ്പക്കാരും ഉറങ്ങാൻ വേണ്ടിയല്ല, ആന വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി തീയും കൂട്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഓരോ ഇടത്തും തൊട്ടപ്പുറത്ത് കാടാണ്, ഫെൻസിംഗ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ തീ കൂട്ടിയിട്ട് ഇവർ ഉറക്കമുളച്ച് തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാറി മാറി ഇരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ 1.5 മാസമായിട്ട് ഇതാ ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഈ ടൈം ആവും, ഈ ടൈം ഇവിടെ ഉണ്ടാവും. എല്ലാവരും തന്നെ ഈ പറഞ്ഞ ഉറക്കളിച്ച് പല മണിക്കൂറുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും ഈ സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും, തീ കൂട്ടിയിടും. എല്ലാവരും ഇങ്ങനെ ഇതുപോലെ പല സ്ഥലത്തും ഉണ്ട്. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എല്ലായിടത്തും. എത്ര നേരം ഇങ്ങനെ ഉറക്കളച്ചിരിക്കും? നേരം വെളുക്കുന്നതോടെ പറയണം, ഒരു 3 മണി വരെയെങ്കിലും മിനിമം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഒരു 3 മണി ആ ടൈം വരെ ഇങ്ങനെ തീ കൂട്ടി കാട്ടിലേക്ക് തീ കയറാണ്ട് ഇവിടെ ആൾക്കാർ നോക്കി നിന്ന് എല്ലാത്തിനും കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കാട്ടിൽ ഫുള്ളായിട്ട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ. കാരണം ഒരു കാരണവശാലും ആന ഇങ്ങോട്ട് കിടന്നു വരരുത്. ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ടാസ്ക് ആണ് അത് കയറ്റി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഇവരുടെ അവസ്ഥ. തൊട്ടപ്പുറത്ത് ആ കാട് കടന്ന് കൊമ്പൻ ഇങ്ങോട്ട് വരരുത്. അതിനു വേണ്ടിയാണ് മണിക്കൂറുകളോളം ഇങ്ങനെ ഉറക്കമിളച്ച് ഇവിടെ കാത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്തൊരു കട്ടിലും ഇട്ട്. ഇനി നമുക്ക് മറ്റൊരിടത്തേക്ക് പോവാം. അമ്മേൽത്തൊട്ടിയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ആ വിജനമായ ഇടത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഡിസംബർ മാസമാണ്. കണ്ടാൽ തോന്നും നല്ല മഞ്ഞുള്ള കൊണ്ട് ഒരുപക്ഷെ ആ മഞ്ഞിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ ചെറുപ്പക്കാർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ്. ആ കാട്ടാന ശല്യം അതിരൂക്ഷമായതോടുകൂടി ഇവർ ഉറക്കമിളച്ചാണ് ഇങ്ങനെ ഈ തീക്കൂമ്പാരങ്ങൾ ഇവിടെ ഇങ്ങനെ ഇടുന്നത്. ശല്യം തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായി. ഇപ്പോൾ ഈ ഫെൻസിങ് ഏകദേശം ഒരു 6 മാസത്തോളമായി ഫെൻസിങ് ഇട്ട് തുടങ്ങിയിട്ട്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഉപജീവിക്കണ്ടേ? വന്യമൃഗങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സൗകര്യവിഹാരം നടത്താൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയില്ല. ആകെപ്പാടെ നമ്മൾ എന്തെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഉപജീവിക്കുന്നത്. അപ്പോൾ തീ ഇട്ട് ഇതുപോലെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇത് താഴത്തേക്ക് ഇറങ്ങി വരാത്ത രീതിയിലുള്ള സംരക്ഷണം ഒരുക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ കൂടുതലും കൃഷിക്കാരും കൂലിപ്പണിക്കാരുമാണ്. പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു വേറെ മാർഗവും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടാനശല്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയുന്നു. ഞാൻ ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ മലപ്പുറം അങ്ങോട്ട് പുറത്തേക്ക് ഓട്ടം പോയിട്ട് ഒരു 1-2 മണി സമയത്ത് തിരിച്ചു വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വരാൻ വേണ്ടി പേടിയാണ്. രാത്രി ഇത്തരത്തിൽ ആനനെ ഉണ്ട്, ഇഷ്ടമുണ്ട്. ഒരു 4-5 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കൂടപ്പുറത്ത് വന്നിട്ട് പയ്യൻ്റെ ജീവൻ കൊണ്ട് പോയി. ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നാളെ ഇങ്ങനെ ആവർത്തിക്കാണ്ടിരിക്കാനായിട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് എന്തിനും ചെയ്യാൻ പറ്റണവർ ചെയ്യട്ടെ. പലപ്പോഴും അവർ പറയുന്നത് പല ഷിഫ്റ്റുകളിലായിട്ട് ആളുകൾ എത്തിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്നാണ്. കാരണം അത്രമേൽ ദുഷ്കരമാണ് ഇവിടുത്തെ കാട്ടാന ശല്യം. അതിന് കൃത്യമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. വനംവകുപ്പ് കൃത്യമായ രീതിയിൽ ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.